ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട് അറിയിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും എവിടെ നിന്നകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരണം വഴി വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ മുമ്പിലെ ഹൃദയവും മാരിയോസ് പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, മരിയത്തിന്റെ മുമ്പിലെ ഹൃദയമേ, വിശ്വാസ പിതാവേ, മറിയരീത്ത മറിയമേ, തിരുക്കുടുംബമേ. തിരുഹൃദയ പ്രതിഷ്ഠാ ജപം അത് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ നമ്മളെല്ലാവരും മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഞങ്ങൾ എന്നും തന്നെ ചെല്ലാറുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാത്തൊരു ഘടകമാണ്. ആ കൂടെ തിരുഹൃദയ പ്രതിഷ്ഠാ ജപവും ഞങ്ങൾ ചെല്ലുന്നതാണ്. ഞാൻ 2021 ജൂണിലാണ് ഇവിടെ വന്നത്. ഫാമിലി 2022 ജാനുവരിയിൽ അവർ വന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സ്വപ്നം പോലെ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു ഇവിടെ ഒരു വീട് വാങ്ങിക്കണമെന്നുള്ളത്. ബട്ട് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. അതിന് ദൈവം ഞങ്ങൾക്ക് വേറൊരു കൃപ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് നാട്ടിൽ ഞങ്ങളുടെ അമ്മച്ചിയുടെ 5 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള അനുഗ്രഹം ദൈവകൃപയാൽ ഞങ്ങൾക്ക് കിട്ടി. 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് പണം സ്വരൂപിച്ചു. ഞങ്ങളവിടെ നാട്ടിലൊരു വീട് വെച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് 2024 ഓഗസ്റ്റിൽ ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയി ആബേലിൻ്റെ ആദ്യ കുർബാന കൊള്ളപ്പാടും ഞങ്ങളുടെ വീട് വെഞ്ചരിപ്പും വളരെ ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം UK ഒരു വീട് ഞങ്ങൾക്ക് സ്വപ്നമായി തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച നാട്ടിലൊരു വീട് പണിതത് കാരണം ഞങ്ങൾ ഇവിടെ വർഷങ്ങളെടുക്കും ഒരു വീട് കിട്ടാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ വീട് കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. ആദ്യം ഞങ്ങൾ രണ്ടുപേരുമാണ് വന്ന് കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ വീടങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വിലയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വീടിന് ഒരു തീരുമാനമാക്കി. അതായത് നമുക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഈ വീട് കണ്ടു. പിന്നെ ഈ വീട് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലുള്ള വീടുകളിൽ പെട്ടതാണ്. നമ്മുടെ വന്നപ്പോൾ തൊട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഈ ഏരിയയിലൊരു വീട് വാങ്ങിക്കണം എന്നുള്ളത്. ബട്ട് അതൊരു സ്വപ്നമായി തന്നെ നിലനിൽക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ബട്ട് അത് യാഥാർത്ഥ്യമാക്കി ദൈവം തന്നു നമുക്ക്. കാരണം ഞങ്ങൾക്കത് പറയാൻ കാരണം ഞങ്ങളുടെ സമ്പാദ്യം മുഴുവനും ഞങ്ങൾ നാട്ടിൽ വീട് വയ്ക്കാനായിട്ട് ചിലവഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് ദൈവം ഞങ്ങൾക്ക് ഈ വീട് തരുമെന്ന്. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഏറ്റവും നല്ലൊരു ഭവനം തന്നെയാണ് ദൈവം ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്നത്. ആദ്യമായി വീടിൻ്റെ താക്കോല് കിട്ടി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയാണ് താക്കോല് മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് കയറി. ഒരു വാടക വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ലായിരുന്നു ഇവിടെ സ്വന്തമായൊരു വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉള്ള ഒരു ഫീല്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് കയറി ജസ്റ്റ് കണ്ടു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു.
ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയത് ഏറ്റവും ഞങ്ങൾക്ക് എവിടെയാണ് ഈശോനെ തിരുഹൃദയം പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾ നോക്കി വെച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് വെക്കാനായിട്ടാണ് ഞങ്ങൾ പലരെ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ വെച്ചു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഞങ്ങൾ പോയി അതിന് രൂപം വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ അതെല്ലാം സെറ്റ് ചെയ്തു, ഞങ്ങളെല്ലാം പെയിൻ്റ് അടിച്ചു, ഞങ്ങൾ തന്നെ വെച്ചു. ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈശോയുടെ ആയിട്ട് നിൽക്കുന്ന ആ തിരുഹൃദയത്തിൻ്റെ രൂപം തന്നെയാണ്, ആ രൂപക്കൂട് തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് എന്നും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആ തിരുഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ താക്കോല് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ നമുക്ക് എല്ലാവരുടെയും ആസ് യൂഷ്വൽ പോലെ നമുക്ക് കയറി താമസമാണല്ലോ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഡെയിലി തന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു, എന്തോ ഒരു മിസ്സിങ് പോലെ. ഞാൻ സാജിച്ചേട്ടനോട് പറയുമായിരുന്നു, സാജിച്ചേട്ടാ വീട്ടിൽ പോകാത്തൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ജൂൺ 14 പരവാസ്തോലി നടത്താനായിട്ട് ഞങ്ങളത് ഫിക്സ് ചെയ്തു. ജൂൺ 14 2025 വൈകുന്നേരം 4 മണിക്ക് ജോസച്ചൻ വന്ന് ഞങ്ങളുടെ വീട് വെഞ്ചരിച്ചു തന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തെ നടക്കുകയില്ലെന്ന് വിളിച്ചത് മിശിഹ ഈ ഭവനത്തിൻ്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗ്ഗദീപവുമായിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ അങ്ങ് ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തെ എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങളെന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മനുഷ്യരുടെ ഉപയോഗത്തിനായി ജലവും ജലാശയങ്ങളും സൃഷ്ടിച്ച് നൽകിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശുദ്ധീകരണത്തിനും രോഗശാന്തിക്കുമുള്ള ശക്തി ജലത്തിന് നൽകിയ ദൈവമേ, ഞങ്ങളേക്ക് നന്ദി പറയുന്നു. ജോർദാൻ നദിയിലെ ജലത്തിൽ മാമോദീസ സ്വീകരിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്ത് മിശിഹായെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പൗത്രീകരിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രമാക്കപ്പെടുന്ന ഈ ഭവനം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും ഈ തിരുക്കുരിശും ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രാർത്ഥന യോഗ്യമായി തീരുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രമാക്കപ്പെടുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനം ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവായ ദൈവമേ, ഈ ഭവനത്തെ പ്രത്യേകമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ മാസത്തിൽ ഈ ഭവനത്തെ നിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. വർഗീസിനും ജോഫിയായിക്കും മക്കൾക്കുമായി നൽകി ഈ ഭവനം ഇന്നു മുതൽ നിൻ്റെ കുടുംബമായി മാറട്ടെ. പ്രാർത്ഥനയും സന്തോഷവും സമാധാനവും കണ്ടുവരുന്നറിയട്ടെ. ഇവരുടെ അധ്വാനങ്ങളെയും ജോലികളെയും യാത്രകളെയും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും കർത്താവെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വർഗീസും ജോഫിയായ മക്കളുമെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ നീ അനുഗ്രഹമാക്കി മാറ്റണമേ. ഇവരുടെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ വർഗീസും ജോഫിയായും പ്രത്യേകിച്ച് അവരുടെ ജോലികൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നീ വിശുദ്ധീകരിക്കണമേ. മക്കളുടെ പഠനങ്ങളും യാത്രകളും പഠിക്കുന്ന സ്കൂളും പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ ഈ ഭവനം നിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധമേ ഈ കുടുംബത്തിന് വേണ്ടി ഇവരുടെ നിരവധിയായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വർഗീസിനും ദീർഘായിക്കും മക്കൾക്കുമായി ദൈവം നൽകിയ ഭവനം കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെയും പേരിൽ നമ്മൾ കുറേ പേരിന് വരാനുണ്ട് കേട്ടോ. അവിടെ എല്ലാം പേരിൽ എല്ലാ ആശംസകളും മംഗളങ്ങളും തരുന്നു. അങ്ങനെ ജൂൺ 14 നമ്മുടെ പെരവാസ്തോലി ഇവിടെ നടന്നു. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ കസിൻ ജസ്റ്റിൻ, ലിജ അവരിവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവരാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചവർ. അപ്പം അവർ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ലീവും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഡേറ്റുമായിട്ട് ഒത്തു വന്നു. അങ്ങനെ അവരും പിന്നെ നമ്മുടെ ഇവിടുത്തെ കുടുംബമായ കൊഹോട്ട് 8 കൂടെ ചേർന്ന് നമ്മൾ ജൂൺ 14 നമ്മളിവിടെ പെരവാസ്തോലി ആഘോഷിച്ചു. ായി ദർശന പദാർത്ഥങ്ങളെ ആസ്വദിക്കണമേ എന്ന് സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുവാൻ ഇവർക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം എന്നും എപ്പോഴും അനുഗ്രഹമായി കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ വർഗീസും ജോഫിയായും നമ്മുടെ മിഷന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വോൾട്ടർ സർവേഴ്സിനെ ഫോം ചെയ്യുന്ന കാര്യത്തിൽ വർഗീസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മനോഹരമാണ്. വളരെ ചിട്ടയോടും അടുക്കോടും കൂടി അദ്ദേഹം അത് ചെയ്യുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. ഒപ്പം ജോഫിയായും നമ്മുടെ കാറ്റഗിസത്തിൻ്റെ അസിസ്റ്റൻ്റ് ഹെഡ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ ഫോം ചെയ്യുവാനും ദൈവകാര്യങ്ങൾ പഠിപ്പിക്കുവാനും വളരെ മനോഹരമായിട്ട് എല്ലാം ക്രമീകരിക്കുന്നുണ്ട്. അത് രണ്ടുപേരും സഭയുടെ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് സെൻറ്റ് അൽഫോൻസ മിഷൻ വളർച്ചയുടെ ഭാഗമായിട്ട് തീരുവാനായിട്ട് അവർക്കിടയായത്. ഒപ്പം അവരുടെ മക്കൾ വളരെ മനോഹരമായിട്ട് വോട്ടർ സർവേസ് ജോലി ചെയ്യുവാനും ദൈവകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുവാനും അവർക്കിടയാകുന്നുണ്ട്. ദൈവം കൂടുതലായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ഇനിയും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ ലഭിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. സായിച്ചേട്ടനും ജോഫി ചേച്ചിയും നല്ലൊരു റിലേറ്റീവ്സ് എന്നുള്ളൊരുപരി ഒരു നല്ലൊരു ഫ്രണ്ട്സുമാണ് അവർ. എന്ത് കാര്യത്തിന് നമ്മളവരൊന്ന് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് തക്കതായിട്ടുള്ള ഒരു ഉപദേശം നമുക്ക് തരും. എന്ത് കാര്യത്തിനാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിൽ വളരെ ഹാപ്പിയാണ്. ഇച്ചിരി അകലത്തിലാണെങ്കിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസാണ് അവർ. എന്തായാലും അവർക്ക് നല്ലൊരു വീട് കിട്ടി. ഞങ്ങളെല്ലാവരും അതിയായ സന്തോഷമാണ്. നല്ലൊരു വീട് കിട്ടി. ഈ അവസരത്തിൽ അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ട്. എല്ലാവിധ ആശംസകളും. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതുതന്നെ ഈശോയോട് എന്നും ഞങ്ങളുടെ പ്രാർത്ഥന. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനില്ല. കാരണം ഞാൻ ചോദിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അധികമായിട്ട് ഞങ്ങളുടെ ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയോട് ഒന്നിനെപ്പറ്റി എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഈശോ ഞങ്ങൾ അറിഞ്ഞതെല്ലാം തന്നിട്ടുണ്ട്. ഇനിയോ അങ്ങോട്ടുള്ള കാര്യങ്ങളും ഈശോ ഞങ്ങൾക്ക് തരുമെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളത് തിരുഹൃദയത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈശോയോട്. ഇനി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഈശോയോട് ഒന്നും ചോദിക്കാനില്ല. ഇനി എല്ലാം കണ്ടറിഞ്ഞ് എൻ്റെ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. അതിന് നന്ദി പറയാൻ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി യോഗ്യതയുള്ളൂ. സ്നേഹിക്കാൻ